എടുത്തിരിക്കുന്നു. വിശ്വാസി സമൂഹം കയ്യടികളോടെ ആ സ്ഥാനം ഏറ്റെടുക്കുന്ന വിധേയത്വവും അനുസരണവും ആദ്യമായി തന്നെ അത് പ്രകടിപ്പിക്കുന്നത് കാർഡിനൽ ബാൽത്തസാർ റെയ്ന മാർപ്പാപ്പ, തുടർന്ന് റോമിലെ സഹായ മെത്രാൻമാർ, അതുപോലെ വൈദികർ, സെന്റിസ്റ്റുകളുടെ പ്രതിനിധികൾ, അൽമായരുടെ പ്രതിനിധികൾ, ഇവരൊക്കെയും മാർപ്പാപ്പയോടുള്ള തങ്ങളുടെ വിധേയത്വവും ആദരവും പ്രകടിപ്പിക്കുന്ന ചടങ്ങാണ് റൈറ്റ് ഓഫ് എക്സ്പ്രസിംഗ് ദ ഒബീഡിയൻസ്. നമ്മളെപ്പോഴും നിരന്തരം കാണുന്ന ഒരു കാര്യമാണ് ഈ സഭയിൽ അനുസരണത്തിന്, വിധേയത്വത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ശ്ലൈഹികമായ അധികാരത്തോടുള്ള വിധേയത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ ചടങ്ങുകളുടെ ഒക്കെയും സാരം. മാർപ്പാപ്പയോടുള്ള സഹകരണവും വിധേയത്വവും വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി കൂടിയാണ്. നമുക്ക് അനുസരണവും വിധേയത്വവും നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്. അവിടെ വ്യക്തികൾ തങ്ങളുടെ ഇഷ്ടങ്ങളെ കേന്ദ്ര സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുമ്പോഴാണ് വിധേയത്വം ദൈവികമാണ്, അധികാരമല്ല. വേദപുസ്തകം നിരന്തരം പറയും ദൈവത്തിൽ നിന്നല്ലാതെ മറ്റൊരു അധികാരമില്ല. ഇന്ന് റോമാസഭയുടെ മെത്രാൻ നിലയിൽ ലേയോ 14 മാർപ്പാപ്പ നിൽക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ ശ്ലൈഹിക അധികാരം മിശിഹായിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈശോ പീലാത്തോസിനോട് പറയുന്നത്, ഉന്നതത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ നിനക്കെന്തവൻ ഒരു അധികാരവുമില്ല, എല്ലാ അധികാരവും ഉന്നതത്തിൽ നൽകപ്പെടുന്നതാണ്. അപ്പോൾ ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു അധികാരിക്ക് വിധേയപ്പെടുന്നു എന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒരു വ്യക്തി വിധേയപ്പെടുന്നു എന്നാണ്. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു വലിയ ദൈവശാസ്ത്രപരമായ മാനം എന്ന് പറയുന്നത്. അനുസരണത്തിന് എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു അധികാരിയോട് ഞാൻ വിധേയപ്പെടുന്നു, അനുസരിക്കുന്നു, സഹകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് സഹകരിക്കുന്നു. അതുകൊണ്ടാണ് അത് വിശ്വാസത്തിന്റെ ഒരു വലിയ എക്സ്പ്രഷനായിട്ട് ഓരോ അനുസരണവും മാറുന്നത്. സ്വന്തം സ്വാർത്ഥ ലക്ഷ്യങ്ങളും ഇഷ്ടങ്ങളും മാറ്റി നിർത്തി ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒരു വ്യക്തിക്ക് സമ്മതം പറയാൻ, ദൈവം തിരഞ്ഞെടുത്ത ഒരു അധികാരിയോട് വിധേയപ്പെടാൻ പറ്റണമെങ്കിൽ അയാൾ ഒരു വിശ്വാസത്തിന്റെ മനുഷ്യനായിരിക്കണം. അപ്പോൾ എവിടെയാണോ അനുസരണവും വിധേയത്വവും നമുക്ക് അസാധ്യമാവുന്നത്, അവിടെ നമ്മുടെ വിശ്വാസം ക്ഷയിക്കുന്നു എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. വിശ്വാസമില്ലാത്ത തലമുറയുടെ ലക്ഷണമാണ്, മനുഷ്യരുടെ അടയാളമാണ്. അവർ തന്നിഷ്ടക്കാരും അവർ അനുസരണമില്ലാത്തവരും ധിക്കാര പ്രകൃതികളുമായിട്ട് മാറുന്നു എന്ന് പറയുന്നത് യഥാർത്ഥം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു റൈറ്റിന് ഈ കാലത്ത് വലിയൊരു പ്രാധാന്യമുണ്ട്. അനുസരണം എന്ന സുവിശേഷ പുണ്യത്തിന്റെ സമകാലിക പ്രസക്തി അത് സഭയുടെ വളർച്ചയ്ക്കും ശുശ്രൂഷയ്ക്കും എത്രമേൽ പ്രധാനപ്പെട്ടതാണെന്ന് നിരന്തരം നമ്മൾ കാണാനായിട്ട്. അപ്പോൾ റോമിലെ രൂപതയുടെ പ്രതിനിധികൾ തങ്ങളുടെ മെത്രാനോട് തങ്ങൾക്കുള്ള ആദരവും വിധേയത്വവും അനുസരണവും വാഗ്ദാനം ചെയ്യുന്ന മനോഹരമായ ഒരു ചടങ്ങാണ് നമ്മൾ കാണുന്നത്. മെത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അൽമായരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കൗമാരക്കാരുണ്ട്. അവരൊക്കെയും വന്ന് വളരെ പ്രതീകാത്മകമായി റോമാസഭയെ മുഴുവൻ പ്രതികരിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ മെത്രാനായിട്ട് അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, അങ്ങയോട് അനുസരണവും വിധേയത്വവും വാഗ്ദാനം ചെയ്യും. And the gates of hell shall not prevail against it. I will give you the keys of the kingdom of heaven. ടോമച്ച, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതുപോലെ കത്തോലിക്ക സഭയുടെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്നവർ എനിക്ക് തോന്നുന്നു ഈ റൈറ്റ് ഓഫ് ഒബീഡിയൻസിൽ, ഇപ്പോൾ കാറ്റർ ബിസിലേക്ക് നടക്കുന്ന റൈറ്റ് ഓഫ് ഒബീഡിയൻസിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ലെ? ദൃശ്യങ്ങൾ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ച സാർവത്രിക സഭയുടെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ ഇന്ന് ഇത് റോമാ രൂപതയുടെ ഒരു ചടങ്ങാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് റോമാ രൂപതയിൽ നിന്നുള്ള വ്യത്യസ്തരായ ആളുകളാണ് തങ്ങളുടെ മെത്രാനോടുള്ള ആദരവ് പ്രകടമാക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത്.